അപ്പോൾ നമുക്ക് ടീമിൻ്റെ കല്യാണം കൂടിയിട്ട് വരാം. ഞങ്ങളെ കൂടെ സജി ചേട്ടനും നീനയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ അവരെ വഴിയിൽ നിന്നാണ് കേട്ടോ കണ്ടുമുട്ടുന്നത്. അവർ കണ്ണൂരിൽ നിന്ന് നേരെ വരികയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. മാളൂട്ടി ചെന്ന ഉടനെ അവരുടെ ഫോട്ടോസൊക്കെ അവിടെ വെച്ചത് നോക്കുന്നുണ്ടായിരുന്നു. പോയിട്ട് ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് നിറയെ ഓൺലൈൻ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഔട്ട്ഡോർ ആണ് ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ സെറ്റ് ചെയ്തൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ മൂന്നാളും ബ്ലാക്ക് കളർ ഡ്രസ്സ് ആയതുകൊണ്ട് ഉമ്മച്ചി വെറൈറ്റിക്ക് വൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ സജി ചേട്ടനും ഫാമിലി ഫുൾ ലാവൻഡർ കളർ തീമിലായിരുന്നു ഡ്രസ്സ്. അവരുടെ കൂടെ സന്ധ്യ മോനും ഉണ്ടായിരുന്നു. ചേട്ടന് വരാൻ പറ്റിയില്ല എന്നുള്ള വിഷമമാണ് കേട്ടോ ഇപ്പൊ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദുർഗ വന്നതും കൊണ്ട് ഇനിയിപ്പോൾ മാളുവിനെ നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴൊന്നും ചെക്കനും പെണ്ണും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവർ വരാനാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ നിന്നവിടെ. പിന്നെ നമുക്ക് പരിചയമുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാർ മാജിക് ടീം ഫുൾ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടറാണ് കേട്ടോ. നോക്കുമ്പോൾ ഞങ്ങളുടെ ഡ്രസ്സ് തമ്മിൽ നല്ല മാച്ച്. അങ്ങനെ നമ്മൾ ചെക്കനും പെണ്ണും വരുന്നുണ്ട്. ഭയങ്കര ഗ്രാൻഡ് എൻട്രി ഒക്കെ ആയിരുന്നു. അവർ സ്റ്റേജിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഒന്ന് കാണുന്നത്. കാരണം അവരുടെ ചുറ്റും അത്രയും ക്രൗഡ് ആയിരുന്നു. പിന്നെ കുറെ ഡാൻസും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു വൈൻ ഷെയർ ചെയ്ത് കുടിച്ചു. അങ്ങനെ നല്ല ഗ്രാൻഡ് പ്രോഗ്രാം ആയിരുന്നു എന്തായാലും. പിന്നെ ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു അവിടുന്ന് ചുമ്മാ. പിന്നെ ഞങ്ങൾ 3 പേരുടെയും ഡ്രസ്സ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുള്ളത് എപ്പിസോഡ് C Cube എന്നാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി വേറൊരു വീഡിയോയിൽ. ഞങ്ങൾക്ക് ഇത് ചെയ്ത് തന്ന ആളെയും ഞങ്ങൾ കല്യാണത്തിന് വെച്ചിട്ട് മീറ്റ് ചെയ്തു. സെൽവയാണ് ഞങ്ങൾക്ക് ഇത് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചും പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു. മാളൂട്ടിന്റെ ഡ്രസ്സ് ആണെങ്കിൽ എനിക്ക് ഏത് ഫ്രെയിമിൽ കാണുമ്പോഴും ഭയങ്കര ഭംഗി തോന്നിയിട്ട് അവളുടെ ഡ്രസ്സിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഹീറോയിൻ ഭാമ ഉണ്ടായിരുന്നു, വെഡിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറുന്ന സമയത്തായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റേജിൽ കയറിയ പാടെ തന്നെ മാളൂട്ടി ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അവർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള. മാളൂട്ടി ഒരു പെർഫ്യൂം ആയിരുന്നു കേട്ടോ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു കോയമ്മയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെയും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. മാളൂട്ടിനെ കൊണ്ട് അതിൻ്റെ ഇടയിൽ കോഴിയമ്മേൻ്റെ കഥ പിന്നെയും പറയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിനിഷേൻ്റെ അമ്മയുണ്ടായിരുന്നു സ്റ്റേജിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.